السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഒരു ഈരടിയിൽ പറയുകയുണ്ടായി, ഈ കാലം മസീഹിന്റെ കാലമായിരുന്നു, മറ്റാരുടേതുമായിരുന്നില്ല. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടാകുമായിരുന്നു. ആ കാലഘട്ടം ഏതൊന്നിലൂടെയാണോ മുസ്ലിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്, ഇസ്ലാമിന്റെ വേദനയുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് വളരെയധികം അസമാധാനത്തിന്റെ കാലഘട്ടമായിരുന്നു. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതിന്റെ അടിസ്ഥാനത്തിൽ അവസ്ഥ ഇങ്ങനെയായി തീർന്നിരുന്നു. വിശ്വാസം കാർത്തിക നക്ഷത്രത്തിൽ എത്തിയിരുന്നു. പ്രാവർത്തികമായി മുസ്ലിങ്ങളിൽ ദീൻ അവശേഷിച്ചിരുന്നില്ല, ഇസ്ലാമിന്റെ ഒന്നും അവശേഷിച്ചിരുന്നില്ല. ഇസ്ലാമിന്റെ വേദനയുണ്ടായിരുന്നവർ ഒരു പ്രതീക്ഷയിലായിരുന്നു. ഒരു മസീഹ് വന്ന് ഇസ്ലാമിന്റെ ഈ ആടിയുലയുന്ന കപ്പലിനെ രക്ഷിക്കുമാറാകട്ടെ. അവരിൽ ഒരു ഭക്തൻ ഹദ്റത്ത് സൂഫി അഹമ്മദ് ജാൻ സാഹിബ് ലുധിയാനവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെ ദൂരെ വരെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ധാരാളം അനുയായികൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രശസ്തി കാരണത്താൽ ഒരിക്കൽ മഹാരാജ ജമ്മു ഇദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ജമ്മുവിൽ വന്ന് എനിക്കായി പ്രാർത്ഥിച്ചാലും. എന്നാൽ അദ്ദേഹം നിരാകരിച്ചു. പറയുകയുണ്ടായി, ദുആ ചെയ്യിക്കുവാനാണെങ്കിൽ എന്റെ അടുത്ത് വന്ന് ചെയ്യിക്കുക. എന്തായിരുന്നാലും വലിയ വലിയ ആളുകൾ ഇദ്ദേഹത്തിന്റെ അനുയായികളായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഹദ്റത്ത് സൂഫി അഹമ്മദ് ജാൻ സാഹിബിന് വളരെ ദയാദരപൂർവമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതുവരെ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാദവും പുറപ്പെടുവിച്ചിരുന്നില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാദത്തിന് മുമ്പ് അദ്ദേഹം വഫാത്തായി. അദ്ദേഹം ആ സമയത്ത് ആ കാലത്തിന്റെ അവസ്ഥകളും പരിസ്ഥിതികളും കണ്ടുകൊണ്ട് ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അപേക്ഷിക്കുകയുണ്ടായി, ഞങ്ങൾ രോഗികൾക്ക് നിങ്ങളിലാണ് ദൃഷ്ടി, നിങ്ങൾ ദൈവത്തിനായി മസീഹായാലും. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ വഫാത്ത് സംഭവിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു, താങ്കളാണ് ഈ കാലത്തിന്റെ ഇമാമും വാഗ്ദത്ത മസീഹും എന്ന്. അതുകൊണ്ട് അദ്ദേഹം തന്റെ സന്താനങ്ങൾക്കും തന്റെ അനുയായികൾക്കും ഉപദേശം നൽകുകയുണ്ടായി, എപ്പോഴാണ് വാദിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുക. എന്തായിരുന്നാലും ദീർഘദൃഷ്ടിയുള്ളവർ ഭക്തന്മാർക്ക് അറിയാമായിരുന്നു
ഇസ്ലാമിന്റെ ഈ തകരുന്ന ഈ കപ്പലിനെ ഇക്കാലത്ത് ആർക്കെങ്കിലും രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക് കഴിയൂ. എന്തുകൊണ്ടെന്നാൽ താങ്കൾ ബറാഹിനെ അഹമ്മദിയ എഴുതിക്കൊണ്ട് ഇസ്ലാമിന്റെ എതിരാളികളുടെ വായടച്ചിരുന്നു. ഇതിൽ പല കാര്യങ്ങളും സാഹിത്യങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു. ഇത് ഇസ്ലാമിന്റെ എതിരാളികൾക്ക് ഉത്തരമില്ലാതാക്കിയിരുന്നു. ഏതുവരെ താങ്കൾ വാദം പുറപ്പെടുവിച്ചില്ലയോ വലിയ വലിയ പണ്ഡിതന്മാർ താങ്കളുടെ ഈ കാര്യങ്ങളോട് യോജിച്ചിരുന്നു. എന്നാൽ അല്ലാഹു തആലയുടെ ഇഷ്ടപ്രകാരം അല്ലാഹു തആലയുടെ ആജ്ഞാനുസാരം താങ്കൾ വാദം പുറപ്പെടുവിച്ചപ്പോൾ ഇതേ പണ്ഡിതന്മാർ തങ്ങളുടെ സ്വാർത്ഥലാഭത്തിനായി താങ്കളെ എതിർക്കുവാൻ തുടങ്ങി. ഇന്നുവരെ ഇതേ എതിരാളി പണ്ഡിതന്മാരാണ് താങ്കളെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുസ്ലിം ജനസമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും താങ്കളുടെ ജമാഅത്തിന്റെയും എതിരിൽ വിദ്വേഷം ജനിപ്പിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എണ്ണമറ്റ ലിഖിതങ്ങളിലും പ്രസംഗങ്ങളിലും തന്റെ വാദത്തിന്റെ സത്യതയിലേക്കുള്ള തെളിവുകൾ നൽകി. കാലത്തിന്റെ ആവശ്യാനുസാരണം വാഗ്ദത്ത മസീഹിന്റെ വരവിന്റെയും അള്ളാഹുവിന്റെ താങ്കളോടുള്ള സഹായത്തിന്റെയും താങ്കൾ സത്യവാനെന്നതിലേക്ക് തെളിവുകൾ നൽകി. എന്നാൽ ശുദ്ധഹൃദയക്കാരായിരുന്നവർക്ക് മനസ്സിലായി. എന്നാൽ ആരുടെ ഹൃദയങ്ങളിലാണോ ദ്വേഷവും വെറുപ്പും ഉണ്ടായിരുന്നത് അവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളിൽ ചില കാര്യങ്ങൾ ഉദ്ധരിക്കുന്നതാണ്. ഏതൊന്നാണോ താങ്കൾ വിവരിച്ചിട്ടുള്ളത് ഇക്കാര്യം വിവരിച്ചുകൊണ്ട് ഇസ്ലാമിൽ ബിദ്അത്തുകൾ തുടങ്ങിയിരിക്കുന്നു. ദീൻ യഥാർത്ഥ സ്ഥിതിയിലല്ല. പണ്ഡിതന്മാരും ശേഖന്മാരും തങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. ഇങ്ങനെ എണ്ണമറ്റ ബിദ്അത്തുകൾ ദീനിൽ പ്രവേശിച്ചിരുന്നു. പ്രാവർത്തികമായി മുസ്ലിങ്ങളും ദീനിൽ നിന്നും അകന്നിരുന്നു. പിന്നെ ഇതര മതസ്ഥർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും പാതിരിമാർ വളരെ ആസൂത്രിതമായി ഇസ്ലാമിന്റെ മേൽ ആക്രമണം നടത്തുകയായിരുന്നു. ഇതും താങ്കൾ പറയുകയുണ്ടായി. ഈ അവസ്ഥകളുടെ പ്രവചനവും അള്ളാഹുവും അവന്റെ റസൂലും ചെയ്തിരുന്നു. പിന്നെ ഇസ്ലാമിന്റെ ദ്വിതീയോദ്ധാരണത്തിനായി ഒരു വ്യക്തിയെ അയക്കുന്നതിലെയും അള്ളാഹുവും അവന്റെ റസൂലും പ്രവചനം ചെയ്തിരുന്നു. ഇക്കാര്യം വിവരിച്ചുകൊണ്ട് താങ്കൾ പറയുകയുണ്ടായി, ഇപ്പോൾ എന്റെ വാദത്തെ ഉപേക്ഷിക്കുക, ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്നാൽ ഈ കാര്യങ്ങൾ ആലോചിച്ച് മറുപടി നൽകുക. അതായത് എന്നെ കളവാക്കി ഇസ്ലാമിൽ നിന്ന് അകലേണ്ടി വരും. എന്നെ കള്ളനാക്കിയാൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് ദൂരത്തിലാകും. പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, ഖുർആനിന്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് അല്ലാഹു തആല തന്റെ ദീനിനെ സംരക്ഷിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം പൂർത്തിയായി. എന്തുകൊണ്ടെന്നാൽ ആവശ്യമുള്ള സമയത്ത് അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുവാർത്ത അനുസരിച്ച് അല്ലാഹു തആല ഈ വ്യവസ്ഥിതി സ്ഥാപിച്ചു. അങ്ങനെ ഇതും തെളിഞ്ഞു. സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹു തആലയുടെയും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വാക്കുകൾ സത്യമായി. അക്രമവാസനയുള്ള മനുഷ്യരാണ് അദ്ദേഹത്തിനെ കളവാക്കുന്നത്. താങ്കൾ 1903 പറയുകയുണ്ടായി, എന്റെ വാദത്തിന് 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ സഹായം എന്നോടൊപ്പം ഉണ്ട്. ഞാൻ കള്ളവാദിയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം എന്നോടൊപ്പം എങ്ങനെയാണ്? മറ്റൊരിടത്ത് പറയുന്നു,
കാലത്തിന്റെ ആവശ്യമായിരുന്നു. എല്ലാവരും ഇക്കാര്യം അംഗീകരിക്കുന്നു. അതായത് ഇക്കാലത്ത് മസീഹ് വരേണ്ടതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഞാനല്ലെങ്കിൽ മറ്റൊരാളെ സമർപ്പിക്കുക. ഏതായിരുന്നാലും ഒരു പരിഷ്കർത്താവ് മുസ്ലിങ്ങളുടെ പരിഷ്കരണത്തിനായി വരേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇക്കാലത്ത് ഫസാദ് ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു. മുസ്ലിങ്ങളിലും ഫസാദ് ഏറ്റവും ഉന്നത സ്ഥായിയിലാണ്. അതുകൊണ്ട് എന്നെ കള്ളനാക്കുന്നുവെങ്കിൽ അതിന്റെ രണ്ട് വശങ്ങളാണുള്ളത്. ഒന്നുകിൽ മറ്റൊരു പരിഷ്കർത്താവിനെ കാണിക്കുക. എന്തുകൊണ്ടെന്നാൽ കാലം ഒരു പരിഷ്കർത്താവിനെ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ കളവാക്കുക. എല്ലാം കളവായിരുന്നു. ഇങ്ങനെയുള്ള വ്യഗ്രത അവസ്ഥയിൽ ഒരു മുസ്ലിഹിനെ അയക്കുന്ന വാഗ്ദാനം അവ തെറ്റാകും. താങ്കൾ പറയുന്നു ദീനിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്തായാലും ഉണ്ട്. പറയുന്നു ചിലർ പറഞ്ഞുകൊണ്ടു പോകുന്നു സംരക്ഷണത്തിന്റെ ഒരാവശ്യവുമില്ല. അവർ വലിയ തെറ്റാണ് ചെയ്യുന്നത്. നോക്കൂ, ഉദാഹരണം പറയുകയാണ്. ഒരു വ്യക്തി തോട്ടം തയ്യാറാക്കുന്നു അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്നു. അയാളുടെ ബാധ്യതയല്ലേ അത്? അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലേ അതിന്റെ സംരക്ഷണം? ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും പ്രയത്നം ചെയ്യുന്നു. തോട്ടങ്ങൾക്ക് ചുറ്റും എങ്ങനെയുള്ള സംരക്ഷണ മതിലുകളാണ് പണിയുന്നത്. ആപത്തുകളിൽ നിന്ന് വിപത്തുകൾ രക്ഷിക്കുന്നതിന് പുതിയ പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിന് കമ്പികൾ ഘടിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ ഈ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സംരക്ഷണ വാജ്ഞ മനുഷ്യരിലുണ്ട്. പിന്നെ അല്ലാഹു തആലാക്ക് ഇത് അനുവദനീയമല്ലേ? അവൻ തന്റെ ദീനിനെ സംരക്ഷിക്കുകയില്ലേ? നിസ്സംശയം സംരക്ഷിക്കുന്നതാണ്. അവൻ എല്ലാ ആപൽഘട്ടങ്ങളിലും ദീനിനെ രക്ഷിക്കുകയുണ്ടായി. ഇപ്പോഴും ആവശ്യമുണ്ടായപ്പോൾ താങ്കൾ പറയുന്നു അവൻ അതുകൊണ്ടാണ് എന്നെ അയച്ചത്. എന്നാൽ ഒരു കാര്യം സംരക്ഷണത്തിന്റെ സംശയത്തിന് അർഹമാണ്. അല്ലെങ്കിൽ ഇതിനെ നിരാകരിക്കാമായിരുന്നു. അവസ്ഥകളും ആവശ്യകതകളും നിർണിതമല്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ അവസ്ഥകളും ആവശ്യങ്ങളും ഇതിനെ പിന്താങ്ങുന്നില്ലെങ്കിൽ പറയാമായിരുന്നു തെറ്റായ സമയത്ത് വന്നിരിക്കുന്നു. എന്നാൽ എത്രയോ കോടി പുസ്തകങ്ങൾ ഇസ്ലാമിനെതിരായി പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നോട്ടീസുകളും വിളംബരങ്ങളുടെയും എണ്ണമില്ല. എല്ലാ ദിവസവും ആഴ്ചപ്പതിപ്പുകൾ, മാസികകൾ പാതിരിമാരിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ അസഭ്യങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഏതൊന്നാണോ നമ്മുടെ ദേശത്തെ മുർത്തദ് ക്രിസ്ത്യാനികൾ നിഷ്കളങ്ക നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും താങ്കളുടെ പവിത്ര സതീമണികളുടെയും എതിരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്, അവ നിറക്കുകയാണെങ്കിൽ പല ഭവനങ്ങളും ഈ പുസ്തകങ്ങൾ കൊണ്ട് നിറയുന്നതാണ്. അതുപോലെ ഒന്നിനോടൊന്ന് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അവ എത്രയോ മൈലുകൾ വരെ എത്തുന്നതാണ്. പറയുന്നു ഇമാമുദ്ദീൻ ഒരു വ്യക്തിയുണ്ടായിരുന്നു, മുസൽമാനായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനി പാതിരിയായി തീർന്നു. പറയുകയുണ്ടായി ഇമാമുദ്ദീന്റെ ലിഖിതങ്ങൾ അപകടകാരിയാണെന്ന കാര്യം നീതിമാന്മാരായ ചില ക്രിസ്ത്യാനികളും അംഗീകരിച്ചിരുന്നു. ക്രിസ്ത്യാനികളും പറഞ്ഞിരുന്നു വളരെ അപായകരമായ എഴുത്തുകളാണ് അയാളുടേത്. അങ്ങനെ ലഖ്നൌവിൽ നിന്ന് ഒരു പത്രം ഷംസുൽ അഖ്ബാർ പുറപ്പെട്ടിരുന്നു. അക്കാലത്ത് അതിൽ ഇയാളുടെ ചില പുസ്തകങ്ങളുടെ അഭിപ്രായം എഴുതിയിരുന്നു. ഹിന്ദുസ്ഥാനിൽ വീണ്ടും അരാജകത്വം നടന്നാൽ ഇങ്ങനെയുള്ള അധ്യാപനങ്ങളിലൂടെയായിരിക്കും എന്ന്. ഈ പാതിരി എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥകളിലും പറയുന്നു ഇസ്ലാമിന് എന്താണ് പറ്റിയിട്ടുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവർക്ക് ഒന്നുകിൽ ഇസ്ലാമിനെ കുറിച്ച് വേദനയോ ബന്ധമോ ഇല്ല, അല്ലെങ്കിൽ അവർ ഇരുട്ടറകളിൽ ശിക്ഷണം നേടിയവരായിരിക്കും. അവർക്ക് ബാഹ്യലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ കാര്യമാക്കേണ്ട. എന്നാൽ ബുദ്ധിയുള്ളവർ, ഇസ്ലാമിനോട് സ്നേഹവും ബന്ധവുമുള്ളവർ, കാലത്തിന്റെ അവസ്ഥകളിൽ ജാഗരൂകരായവർ, അവർക്ക് അംഗീകരിക്കേണ്ടതായി വരും. ഈ കാലം ഒരു മഹാപ്രതാപവാനായ പരിഷ്കർത്താവിന്റെ യുഗമാണ്. പിന്നെ പരിഷ്കർത്താവിന്റെ ആഗമനത്തിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ഉജ്ജ്വല സാക്ഷ്യം പറയുകയുണ്ടായി. വിവിധ കാര്യങ്ങൾ പറയുകയുണ്ടായി. മഹത്തായ സാക്ഷ്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. അത് സൂറ നൂറിന്റെ ഇസ്തിഖ്ലാഫിന്റെ വാഗ്ദാനമാണ്.
ഇതിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. പറയുന്നു, ഈ ആയത്തിൽ ഇസ്തിഖ്ലാഫിന്റെ വാഗ്ദാനം അനുസരിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖലീഫമാരുടെ സമ്പ്രദായത്തിൽ ഉള്ളത് മുമ്പുള്ള ഖലീഫമാരെ പോലെ ആയിരിക്കും. ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂസായുടെ സദൃശ്യനായി പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ എന്നാൽ പറഞ്ഞിരിക്കുന്നു, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈഹി കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. പറയുന്നു, താങ്കൾ മൂസായുടെ സദൃശ്യൻ ആവർത്തനത്തിലെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ കമാ എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സൂറ നൂറിൽ കമാ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ വ്യക്തമായി മനസ്സിലാക്കുന്നത് മൂസായുടെ സമ്പ്രദായത്തിലും മുഹമ്മദി സമ്പ്രദായത്തിലും സാമ്യതകൾ പരിപൂർണ സാദൃശ്യതയാണ്. മൂസവി സമ്പ്രദായത്തിലെ ഖലീഫമാരുടെ പരമ്പര ഹദ്റത്ത് ഈസായിൽ വന്ന് അവസാനിച്ചു. അദ്ദേഹം ഹദ്റത്ത് മൂസ അലൈഹി സ്വലാത്തുവിന് ശേഷം 14-ാം നൂറ്റാണ്ടിൽ വന്നിരുന്നു. ഈ സാമ്യതയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞത് 14-ാം നൂറ്റാണ്ടിൽ അതേ രീതിയിൽ ഒരു ഖലീഫ ജനിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഇതിനോട് സദൃശ്യനായിരിക്കണം, അവരുടെ ഹൃദയത്തിലും കാലടികളിലും ആയിരിക്കണം. അതുകൊണ്ട് അല്ലാഹു തആല തന്നെ ഇക്കാര്യത്തിന്റെ മറ്റു തെളിവുകളും സത്യസാക്ഷ്യങ്ങളും വെളിപ്പെടുത്തിയില്ല എങ്കിലും ഈ സാമ്യതാ സമ്പ്രദായം എഴുതപ്പെട്ടിരുന്നതാണ്. 14-ാം നൂറ്റാണ്ടിൽ ഒരു പരിഷ്കർത്താവ് താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ താങ്കളുടെ സാമ്യതകൾ ബലഹീനവും കുറവും ആയിത്തീരുന്നതാണ്. എന്നാൽ അല്ലാഹു തആല ഈ സാദൃശ്യത്തിന്റെയും സാമ്യതയുടെയും തെളിവ് നൽകി സഹായിക്കുക മാത്രമല്ല, ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും എല്ലാ പ്രവാചകന്മാരെക്കാളും അനുഗ്രഹീതനാണെന്നതിന് തെളിയിച്ചു കാണിക്കുകയുണ്ടായി. പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം ഒരു ശരീഅത്തും കൊണ്ടുവന്നിരുന്നില്ല, തൗറാത്തിനെ പൂർത്തീകരിക്കാൻ വന്നതായിരുന്നു. ഇതുപോലെ മുഹമ്മദി സമ്പ്രദായത്തിലെ മസീഹും ഒരു ശരീഅത്തും കൊണ്ടുവന്നിട്ടില്ല, എന്നാൽ വിശുദ്ധ ഖുർആന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി വന്നതാണ്, ഇതിന്റെ പൂർത്തീകരണത്തിനായി വന്നതാണ്. അതായത് പ്രചാരണത്തിന്റെയും നേർമാർഗത്തിന്റെയും പൂർത്തീകരണം. പ്രചാരണ നേർമാർഗ പൂർത്തീകരണത്തിനെ വിശദീകരിച്ചുകൊണ്ട് താങ്കൾ പറയുകയുണ്ടായി, പ്രചരണ നേർമാർഗ പൂർത്തീകരണത്തെക്കുറിച്ച് ഓർമ്മിക്കേണ്ടത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏതൊരു അനുഗ്രഹ പൂർത്തീകരണവും ധാർമ്മിക പൂർത്തീകരണവുമാണോ സംഭവിച്ചത്, അതിന്റെ പരിപൂർണതയിൽ എത്തിയത് അതിന്റെ രണ്ടു വശങ്ങളാണുള്ളത്. ഒന്ന് നേർമാർഗ പൂർത്തീകരണം, രണ്ടാമത്തേത് പ്രചരണ നേർമാർഗ പൂർത്തീകരണം. അതായത് പരിപൂർണ നേർമാർഗം ലഭിച്ചു, നേർമാർഗം അതിന്റെ പൂർണ്ണതയിലെത്തി. മറ്റൊന്ന് അതിന്റെ പ്രചരണം, അതും അതിന്റെ പരിപൂർണതയിലെത്തി. അരുളുകയുണ്ടായി, നേർമാർഗ പൂർത്തീകരണം മിൻകുല്ലി വജൂ താങ്കൾ ആദ്യ വരവിനാൽ സംഭവിച്ചു, പിന്നെ നേർമാർഗ പ്രചരണ പൂർത്തീകരണം താങ്കളുടെ രണ്ടാം വരവിലൂടെ ആയിത്തീരുന്നതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശരീഅത്ത് ഇറങ്ങി, അങ്ങനെ നേർമാർഗം പൂർത്തിയായി. പിന്നെ താങ്കളുടെ രണ്ടാം വരവ് ഉണ്ടായിരുന്നു, അതായത് വാഗ്ദത്ത മസീഹ് താങ്കളുടെ സത്യദാസൻ വർണ്ണമായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിന്റെ പ്രചരണം നടക്കണമായിരുന്നു. പറയുന്നു, എന്തുകൊണ്ടെന്നാൽ സൂറ ജുമുഅയിൽ ആഖരീന മിൻഹും എന്ന ആയത്ത് താങ്കളുടെ അനുഗ്രഹാശിസ്സുകളോടെ മറ്റൊരു സമുദായത്തെ തയ്യാറാക്കുന്ന വാർത്തയും നൽകുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് താങ്കളുടെ ഒരു അവതാരം ഇനിയുമുണ്ട്. ഈ അവതാരം മറ്റൊരു തരത്തിലാണ്. സമയം ആസന്നമായി. അതുകൊണ്ട് ഈ കാലം നേർമാർഗ പ്രചാരണ പൂർത്തീകരണത്തിന്റെ കാലഘട്ടമാണ്. ഇക്കാരണത്താലാണ് ശരീഅത്തിന്റെ എല്ലാ സമ്പ്രദായങ്ങളും പൂർത്തിയായിരിക്കുന്നത്. മുദ്രശാലകളുടെ ആധിക്യം, ഇക്കാലത്ത് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കൽ, തപാൽ ശാഖകൾ, കമ്പി സന്ദേശങ്ങൾ, റെയിൽവേ, വിമാന വാർത്താപത്രങ്ങളുടെ പ്രസിദ്ധീകരണം, ഈ എല്ലാ പ്രവർത്തികളും കൂടി ലോകത്തെ ഒരു പട്ടണമാക്കിയിരിക്കുന്നു, ഒന്നാക്കിയിരിക്കുന്നു. ലോകം ഇക്കാലത്ത് കൂടുതൽ ഒന്നിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങൾ, ഇന്റർനെറ്റ്, വിവിധ വസ്തുക്കൾ, TV തുടങ്ങിയവ. പറയുന്നു, ഈ പുരോഗതികളും വാസ്തവത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പുരോഗതിയാണ്.
എന്തുകൊണ്ടെന്നാൽ ഇതുമൂലം താങ്കളുടെ പരിപൂർണ നേർമാർഗത്തിന്റെ രണ്ടാം ഭാഗം നേർമാർഗ പ്രചാരണ പരിപൂർണമാവുകയാണ്. പിന്നെ മൂസവി മസീഹിന്റെയും മുഹമ്മദി മസീഹിന്റെയും സാദൃശ്യങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഇത് മസീഹ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതുപോലെ എന്നാൽ ഞാൻ തൗറാത്തിനെ പൂർത്തിയാക്കാൻ വന്നതാണ്. ഞാൻ പറയുകയാണ് എന്റെ ഒരു പണി ഇതുമാണ്, നേർമാർഗ പ്രചരണ പൂർത്തീകരണവുമായിരുന്നു. പറയുന്നു, ഹദരത്ത് ഈസ അലൈഹി സ്വലാമിന്റെ കാലത്ത് സംഭവിച്ച അപകടങ്ങളെ പോലെ ഇപ്പോഴും സംഭവിക്കുന്നു. ആന്തരികമായി യഹൂദികളുടെ അവസ്ഥ വളരെയധികം ദുഷിച്ചു പോയിരുന്നു. ചരിത്രം ഈ വസ്തുതകൾക്ക് സാക്ഷ്യം ലഭിക്കുന്നു. തൗറാത്തിന്റെ ആജ്ഞകളെ അവർ ഉപേക്ഷിച്ചിരുന്നു. ഇതിനു പകരമായി താൽമൂദും ഭക്തന്മാരുടെ ഉദ്ധരണികളിലും കൂടുതൽ ശക്തി ചെലുത്തിയിരുന്നു. ഇക്കാലത്ത് മുസ്ലിങ്ങളിലും ഇതുപോലത്തെ അവസ്ഥയാണുള്ളത്. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഉപേക്ഷിച്ചുകൊണ്ട് പകരമായി കഥകളിലും നിവേദനങ്ങളിലും ബലം നൽകുന്നു. വീണ്ടും താങ്കൾ പറയുകയാണ് ഇതിനെല്ലാം പുറമെ മറ്റൊന്നുകൂടിയുണ്ട്. സമാനത വെളിപ്പെടുത്തുന്നത് മറ്റൊരു രഹസ്യവുമുണ്ട്. സമാനതയ്ക്കും സാദൃശ്യത്തിനും പരിപൂർണത നൽകുന്നുണ്ട്. അത് ഇതാണ്, ഹദ്റത്ത് മസീഹ് ധാർമ്മിക ഗുണാധ്യാപനങ്ങളിൽ ഊന്നൽ നൽകിയിരുന്നു. അതുപോലെ മൂസവി പോരായ്മകളെ പരിഹരിക്കുന്നതിന് വന്നിരുന്നു. അദ്ദേഹം വാളൊന്നും എടുത്തിരുന്നില്ല. വാഗ്ദത്ത മസീഹിനും ഇതാണ് നിർണയിച്ചിട്ടുള്ളത്. അവർ ഇസ്ലാമിന്റെ നന്മകളെ അധ്യാപനങ്ങളെ പ്രാവർത്തികമായി സത്യതയിലൂടെ വെളിപ്പെടുത്തും. അങ്ങനെ ഇസ്ലാമിന്റെ മേലുള്ള ആരോപണങ്ങളെ ദൂരീകരിക്കുന്നതായിരിക്കും. അതായത് ഇസ്ലാം വാളിനാൽ വ്യാപിച്ചതാണ്. ഈ ആരോപണം മസീഹ് മൗഊദിന്റെ കാലത്ത് തീർത്തും ഉപേക്ഷിക്കപ്പെടും. അതായത് ഇതിനെതിരായി അധ്യാപനങ്ങൾ നൽകും. ഇസ്ലാം സ്നേഹത്തോടെയും പ്രേമത്തോടെയുമാണ് വ്യാപിച്ചത്. അതുകൊണ്ട് വാഗ്ദത്ത മസീഹിന്റെ കാലത്ത് ഈ ആരോപണം ഇല്ലാതാകുന്നതാണ്. പറയുന്നു, എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ജീവനുള്ള ഇസ്ലാമിന്റെ അനുഗ്രഹങ്ങളോടും കാരുണ്യങ്ങളോടും പ്രഭാവം ലോകത്ത് വെളിപ്പെടുത്തുന്നതായിരിക്കും. അതിലൂടെ ഇത് തെളിയുന്നതാണ്. ഏതുപോലെ എന്നാൽ ഇന്നത്തെ ഈ പുരോഗതിയുടെ കാലഘട്ടത്തിലും ഇസ്ലാം കേവലം തന്റെ പരിശുദ്ധാധ്യാപനങ്ങളും അതിന്റെ ഫലങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് ഫലദായകവും പ്രയോജനകരവുമാണ്. ഇതുപോലെ തന്നെ എപ്പോഴും എല്ലാ കാലത്തും പ്രയോജനപ്രദവും പ്രഭാവിതവുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ജീവനുള്ള മതമാണ്. ഇക്കാരണം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുള്ള മസീഹിന്റെ പ്രവചനം നടത്തിയപ്പോൾ അതിനോടൊപ്പം ഇതും പറഞ്ഞു, ജസാഉൽ ഹർബ്, അദ്ദേഹം യുദ്ധങ്ങൾ ഇല്ലാതാക്കും, അവസാനിപ്പിക്കും. ഈ എല്ലാ തെളിവുകളും ഒന്നിച്ചു ചേർക്കുക. പറയുക, ഇപ്പോൾ ആവശ്യമില്ലേ? ഒരു ആകാശീയ പുരുഷൻ ഇറങ്ങേണ്ടതില്ലേ? എല്ലാ നൂറ്റാണ്ടിലും മുജദ്ദിദ് വരേണ്ടത് ആവശ്യമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ മുജദ്ദിദ് തീർച്ചയായും ഉണ്ടാകും. പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാദൃശ്യം മൂസ അലൈഹിസ്സലാമിനോട് ഉള്ളപ്പോൾ ഈ സാദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലും ഈ നൂറ്റാണ്ടിലെ മുജദ്ദിദ് മസീഹാവേണ്ടത് ആവശ്യമാണ്. എങ്ങനെയെന്നാൽ മസീഹ് 14 നൂറ്റാണ്ടിൽ മൂസാക്ക് ശേഷമാണ് വന്നത്. ഇപ്പോൾ 14 നൂറ്റാണ്ട് തന്നെയാണ്. പിന്നെ ഇക്കാര്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, എന്നെ നിഷേധിക്കുകയാണോ, എന്നെ കളവാക്കുകയാണോ എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കളവാക്കുകയാണ്. താങ്കൾ പറയുകയാണ് എന്റെ നിഷേധം എന്നെ നിഷേധിക്കലല്ല, എന്നാൽ ഇത് അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിഷേധമാണ്. എന്തുകൊണ്ടെന്നാൽ ആരാണോ എന്നെ കളവാക്കിയത്, എന്നെ കളവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കളവാക്കുകയാണ്. കാരണം ആന്തരികവും ബാഹ്യവുമായ ഫസാദ് പരിധി വിട്ടിരിക്കുകയാണ്. അവർ കാണുന്നു അള്ളാഹു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന വാഗ്ദാനം ചെയ്തതുപോലെ അതിന്റെ പരിഷ്കരണത്തിന് ഒരു ഏർപ്പാട് ചെയ്തില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഇവർ പ്രത്യക്ഷമായി വിശ്വസിക്കുന്നു. അതായത് അള്ളാഹു ഇസ്തിഖ്ലാഫിന്റെ വചനത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നു, മൂസവി സമ്പ്രദായത്തിലെ പോലെ ഈ മുഹമ്മദി സമ്പ്രദായത്തിലും ഖിലാഫത്ത് നിലനിർത്തുന്നതായിരിക്കും. അങ്ങനെ അവൻ മാദല്ല ഈ വാഗ്ദാനം പൂർത്തിയാക്കിയില്ല. അങ്ങനെ ഇക്കാലത്ത് ഈ ഉമ്മത്തിൽ ഒരു ഖലീഫയുമില്ല. ഏതുവരെ എന്നാൽ വിശുദ്ധ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂസായുടെ സാദൃശ്യനായി നിർണയിച്ചിരിക്കുന്നത് ഇതും ശരിയല്ല എന്ന് അംഗീകരിക്കേണ്ടി വരും. മാദല്ല. എന്തുകൊണ്ടെന്നാൽ ഈ വ്യവസ്ഥിതിയുടെ പൂർണ്ണത, സദൃശ്യത, സമാനതയ്ക്ക് ഇതേ സമുദായത്തിൽ ഒരു മസീഹ് വരേണ്ടതാണ്. ഏതുപോലെ എന്നാൽ മൂസവി വ്യവസ്ഥിതിയിൽ ഒരു മസീഹ് വന്നിരുന്നു. ഇതുപോലെ വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തെയും കളവാക്കേണ്ടി വരും.
അതായത് ആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്നതിൽ വരാനുള്ള അഹ്മദി സമാനതയുടെ വിവരം നൽകുന്നു. അതുപോലെ ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൽ വളരെയധികം വചനങ്ങളുണ്ട്. അവയും വ്യാജമാക്കൽ നിർബന്ധമായി തീരും. പറയുന്നു, വീണ്ടും ആലോചിക്കുക, എന്നെ കളവാക്കൽ ഒരു എളുപ്പമുള്ള കാര്യമാണോ? ഇത് ഞാൻ സ്വയം പറയുന്നില്ല. ദൈവത്തിൽ സത്യം ചെയ്ത് പറയുന്നു, സത്യം ഇതാണ്, എന്നെ ഉപേക്ഷിക്കുന്നവർ, എന്നെ കളവാക്കുന്നവർ, അവർ നാവുകൊണ്ട് ചെയ്തില്ലെങ്കിലും തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മുഴു ഖുർആനെയും വ്യാജമാക്കി അള്ളാഹുവിനെ ഉപേക്ഷിച്ചു. വീണ്ടും താങ്കൾ പറയുന്നു, എന്നെ കളവാക്കൽ എന്നെ കള്ളനാക്കലല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളവാക്കലാണ്. എന്നെ നിഷേധിക്കുന്നതിനും കളവാക്കുന്നതിനും ധൈര്യം കാണിക്കുന്നതിന് മുമ്പ് തന്റെ ഹൃദയത്തിൽ കുറച്ച് ആലോചിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അവർ ആരെയാണ് കളവാക്കുന്നത്? പിന്നെ ഇക്കാര്യത്തെ വീണ്ടും വിശാലമാക്കിക്കൊണ്ട്, അതായത് താങ്കളുടെ നിഷേധം കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഷേധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? താങ്കൾ അരുളുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഷേധം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതായത് ഞാൻ പറയുന്നു, നിഷേധിക്കലാണ്. പറയുന്നു, എങ്ങനെയെന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത വാഗ്ദാനം എല്ലാ നൂറ്റാണ്ടിലും മുജദ്ദിദ് വരുന്നതാണ്. ആ സാദൃശ്യം കളവായി. പിന്നെ താങ്കൾ ഇമാമുക്കും മിൻകും അരുളിയിരുന്നു, അതും മാദല്ല തെറ്റായി. പിന്നെ താങ്കൾ കുരിശ് ഫിത്നയെക്കുറിയുടെ കാലത്ത് ഒരു മഹദി വരുന്നതിന്റെ സുവാർത്ത നൽകിയിരുന്നു, അതും മാദല്ല തെറ്റായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ ഫിത്ന നിലവിലുണ്ട്, എന്നാൽ വരേണ്ട ഇമാം വന്നിട്ടില്ല. ഇപ്പോൾ ഈ കാര്യങ്ങളെ അംഗീകരിക്കുമ്പോൾ പ്രാവർത്തികമായി അവ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്നതായി തീരുന്നില്ലേ? പറയുന്നു, വീണ്ടും ഞാൻ തുറന്നു പറയുന്നു, എന്നെ നിഷേധിക്കൽ നിസാരമായ കാര്യമല്ല. എന്നെ കാഫിർ എന്ന് പറയുന്നതിന് മുമ്പ് സ്വയം കാഫിർ ആകേണ്ടി വരും. എന്നെ ദീനില്ലാത്തവനും വഴിതെറ്റിയവനും പറയുന്നതിന് മുമ്പ് സ്വയം തങ്ങളുടെ ദീനില്ലായ്മയും മാർഗഭ്രംശത്തെയും അംഗീകരിക്കേണ്ടി വരും. എന്നെ ഖുർആനും ഹദീസും വിട്ടുകളഞ്ഞവനാണെന്ന് പറയുന്നതിന് ആദ്യം സ്വയം ഖുർആനും ഹദീസും ഉപേക്ഷിക്കേണ്ടി വരും, പിന്നെയും അവ ഒഴിവാക്കും. ഞാൻ ഖുർആന്റെയും ഹദീസിന്റെയും അനുയായിയും സത്യപ്പെടുത്തുന്നവനുമാണ്. ഞാൻ വഴിതെറ്റിയിട്ടില്ല, എന്നാൽ മഹദിയാണ്. ഞാൻ കാഫിറല്ല, എന്നാൽ ആദ്യ മുഅ്മിനീങ്ങളെ സത്യപ്പെടുത്തുന്നവനാണ്. ഞാൻ പറയുന്നതെല്ലാം ദൈവം എന്നിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ആർക്കാണോ ദൈവത്തിൽ വിശ്വാസമുള്ളത്, ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യമെന്ന് അംഗീകരിക്കുന്നവർ, അവർക്ക് ഈ തെളിവ് ധാരാളമാണ്. അതായത് എന്റെ വായിൽ നിന്ന് കേട്ട് നിശബ്ദനാവുക. എന്നാൽ പിടിവാശിക്കാരും അശുദ്ധരുമായിട്ടുള്ളവർക്ക് എന്ത് ചികിത്സയാണുള്ളത്? ദൈവം സ്വയം അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ വാഗ്ദത്ത മസീഹിന്റെ വരവിനെ സംബന്ധിച്ച് ചില അടയാളങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, യഥാർത്ഥത്തിൽ റെയിൽവേ വാഗ്ദത്ത മസീഹിന്റെ ഒരു അടയാളമാണ്. വിശുദ്ധ ഖുർആനിലും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വൈദൽ ഇഷാറു ഉത്തിലത്ത്, അതായത് 10 മാസമുള്ള ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടും. അരുളുന്നു, ധാർമ്മികത ഭയഭക്തിയുടെ കൂടെയാണ്. ഇവർ ചിന്തിക്കുകയാണെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ലയുത്രക്കുന്നൽ റെയിൽവേയാണ് ഇതിൽ സൂചന നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് തീവണ്ടി അല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ അവരുടെ സാധ്യതയാണ്. അവർ ഒട്ടകം ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുത കാണിച്ചു തരിക. മുൻ ഗ്രന്ഥങ്ങളിലും സൂചനയുണ്ട്. ആ കാലത്ത് ഗതാഗതം വിശാലമാക്കപ്പെടും. മസീഹിന്റെ കാലത്ത് പറയുന്നു, അസൽ വിഷയം ഇതാണ്. ഇത്രയധികം അടയാളങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇവർ ഈ മൈതാനത്ത് നിന്ന് ഓടിപ്പോയിരിക്കുന്നു. ഏതുപോലെ എന്നാൽ റമളാൻ മാസത്തിലെ സൂര്യചന്ദ്രഗ്രഹണം അവ മഹദിയുടെ അടയാളമായി നിർണയിച്ചിരുന്നതാണ്. അതുപോലെ ലോകാരംഭം മുതൽ ഇതുപോലുള്ള സാക്ഷ്യം ഉണ്ടായിട്ടില്ല. പറയുന്നു, അടയാളങ്ങൾ വെളിപ്പെടുത്തുന്ന വാഗ്ദത്ത മസീഹ് ജനിച്ചിരിക്കുന്നു. ഇവർ നമ്മെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റാരെയെങ്കിലും തിരയുക, എന്നിട്ട് പറയുക, ആരുണ്ട് അവർക്കായി പറഞ്ഞിരുന്ന അടയാളങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളത്? താങ്കൾ അരുളുകയുണ്ടായി, എന്റെ സത്യതയെ പരിശോധിക്കണമെങ്കിൽ പ്രവാചകന്മാരുടെ രീതിയിൽ പരിശോധിക്കുക, ആ രീതി അവലംബിക്കുക. സതുദ്ദേശത്തോടെ ദൃഢനിശ്ചയത്തോടെ തെളിവുകളെ നോക്കുക, മനസ്സിലാക്കുക. പിടിവാശി പിടിക്കുവാനാണെങ്കിൽ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനും നേർമാർഗം കാണിച്ചു തരില്ല. മിൻഹാജ് നുബുവത്തിൽ ഈ വ്യവസ്ഥിതിയെ പരിശോധിക്കുക, എന്നിട്ട് നോക്കുക സത്യം ആരുടെ കൂടെയാണ്.
കാൽപ്പനിക നിയമങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ഒന്നും സാധിക്കില്ല. ഞാൻ എന്റെ സത്യസാക്ഷ്യം ഇങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എന്റെ വാദം നുബുവത്തിന്റെ നിലവാരത്തിലാണ് സമർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സത്യത്തെ പരിശോധിക്കാത്തത്? ആരാണോ ഹൃദയം തുറന്ന് എന്റെ വാക്കുകൾ കേൾക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ട് പ്രയോജനം നേടുന്നതാണ്, അംഗീകരിക്കുന്നതാണ്. എന്നാൽ ഹൃദയത്തിൽ പിശുക്ക്, വെറുപ്പ് വെച്ചിട്ടുള്ളവർക്ക് എന്റെ വാക്കുകൾ ഒരു ഗുണവും ചെയ്യില്ല. അവരുടേത് കോങ്കണ്ണുള്ളവരുടേതുപോലുള്ള ഉദാഹരണമാണ്. അവർക്ക് ഒന്ന് രണ്ടായി കാണുന്നു. അവർക്ക് എത്ര തെളിവ് നൽകിയാലും രണ്ടില്ല ഒന്നാണ്, എന്നാലും അംഗീകരിക്കുകയില്ല. പറയപ്പെടുന്നു, ഒരു സംഭവം കേൾപ്പിക്കുന്നു, വിവരിക്കുന്നു. ഒരു കോങ്കണ്ണുള്ള മനുഷ്യൻ ജോലിക്കാരനായിരുന്നു, ഒരാളുടെ ഭൃത്യൻ വേലക്കാരനായിരുന്നു. യജമാനി അയാളോട് പറഞ്ഞു, അകത്ത് നിന്ന് കണ്ണാടി എടുത്തുകൊണ്ടുവരിക. നാഥൻ അകത്ത് നിന്ന് കണ്ണാടി എടുത്തു വരാൻ പറഞ്ഞയച്ചു. അയാൾ പോയി തിരിച്ചു വന്ന് പറഞ്ഞു, അകത്ത് 2 കണ്ണാടിയുണ്ട്, ഏതാണ് കൊണ്ടുവരേണ്ടത്? യജമാനി പറഞ്ഞു, ഒന്നേ ഉള്ളൂ, 2 എണ്ണമില്ല. അയാൾ പറഞ്ഞു, എന്ത്, ഞാൻ കളവ് പറയുന്നവനാണോ? ഞാൻ 2 എണ്ണം കണ്ടു. യജമാനി പറഞ്ഞു, ഒരെണ്ണം പൊട്ടിക്കുക. പൊട്ടിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, വാസ്തവത്തിൽ തെറ്റ് എന്റേതായിരുന്നു. അയാൾ പൊട്ടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പറയുന്നു, ഈ കോങ്കുള്ളവർക്ക് എന്റെ എതിരിൽ എന്തുത്തരമാണ് നൽകേണ്ടത്? ചുരുക്കത്തിൽ നാം കാണുന്നത്, ഇവർ വീണ്ടും വീണ്ടും എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ ഹദീസുകളുടെ ഭണ്ഡാരം അത് സ്വയം ഊഹത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നില്ല. അവർക്ക് ഒരു സമയം വരുമെന്നറിയില്ല. അപ്പോൾ ഇവരുടെ ചെയ്തികളിൽ ജനം പരിഹസിക്കും. ഓരോ സത്യാന്വേഷിയുടെയും അവകാശമാണിത്. അവർ നമ്മോട് നമ്മുടെ വാദത്തിന്റെ തെളിവ് ചോദിക്കുക. അതിനായി നാം അത് തന്നെയാണ് സമർപ്പിക്കുന്നത്, ഏതൊന്നാണോ പ്രവാചകന്മാർ സമർപ്പിച്ചിരുന്നത്. ഖുർആനിലെയും ഹദീസുകളിലെയും തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകൾ, പരിഷ്കർത്താവിനോ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ, പിന്നെ ആ അടയാളങ്ങൾ ഏതൊന്നാണോ ദൈവം എന്റെ കയ്യിൽ വെളിപ്പെടുത്തിയത്. ഞാൻ ഒരു രൂപം രചിച്ചിരിക്കുന്നു, അതിൽ 150ഓളം അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സാക്ഷികൾ ഒരു തരത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. പറയുകയുണ്ടായി, വ്യർത്ഥമായ തെളിവുകൾ സമർപ്പിക്കുന്നത് കഴിവുള്ളവരുടെ പണിയല്ല. താങ്കൾ പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അദ്ദേഹം ഹക്കം ആയി വരുന്നതാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം അംഗീകരിക്കുക. ആരുടെ ഹൃദയങ്ങളിലാണോ വികൃതിയുള്ളത് അവർ അംഗീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വ്യർത്ഥമായ വാദങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ ഓർമ്മിക്കുക, അവസാനം അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് ഭയങ്കരമായ ആക്രമണത്തോടെ എന്റെ സത്യത വെളിപ്പെടുത്തുന്നു. പറയുന്നു, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ കളവ് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ എന്നെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ എന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ തന്നെ കാര്യങ്ങളാണ്. ഞാൻ അവനിൽ നിന്ന് വന്നവനാണ്. എന്റെ നിഷേധം അവന്റെ നിഷേധമാണ്. അതുകൊണ്ട് അവൻ സ്വയം എന്റെ സത്യത വെളിപ്പെടുത്തുന്നു. മലവുമാരുടെ പിടിവാശിയുടെ അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. മസീഹ് മൗദിന്റെ കാലത്തും ഉണ്ടായിരുന്നു. താങ്കൾ വിവരിച്ചിരിക്കുന്നു, തെളിവുകൾ കൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതേ അവസ്ഥ ഇവരുടേത് ഇന്നും ഉണ്ട്. കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അടയാളങ്ങൾ താങ്കൾ പറയുന്നു. ഒന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തൗറാത്തിന്റെ പ്രവചനമനുസരിച്ച് മൂസായുടെ സദൃശ്യനായി അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതുപോലെ മൂസവി വ്യവസ്ഥിതിയിൽ ഖലീഫമാരുടെ സമ്പ്രദായം സ്ഥാപിക്കപ്പെട്ടുവോ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഖലീഫമാരുടെ ഒരു വ്യവസ്ഥിതി സ്ഥാപിക്കപ്പെടും. ഇതിനായി വേറെ തെളിവൊന്നുമില്ലെങ്കിൽ ഈ സാദൃശ്യത്തിന്റെ അന്തസ്സത്ത് ആഗ്രഹിക്കുന്നത് ഖിലാഫത്ത് വ്യവസ്ഥിതി ഉണ്ടാകേണ്ടതാണ്. മറ്റൊന്ന്, ഇത് ഇസ്തിഖ്ലാഫ് വചനത്തിൽ അല്ലാഹു തആല വ്യക്തമായി ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിന്റെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ സമ്പ്രദായത്തെ ആദ്യത്തെ വ്യവസ്ഥിതിയുടെ അതേ നിറം ചാർത്തിയിരിക്കുന്നു. ഏതുപോലെ എന്നാൽ പറഞ്ഞിരിക്കുന്നു, കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം അർലുന്നു. ഇപ്പോൾ ഖിലാഫത്തിന്റെ വാഗ്ദാനത്തിന്റെയും സദൃശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ മൂസവി വ്യവസ്ഥിതിയുടെ അവസാനത്തെ ഖുലഫ മസീഹായിരുന്നതുപോലെ തീർച്ചയായും മുഹമ്മദിയ വ്യവസ്ഥിതിയിലും അവസാനം മസീഹായിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതാണ് ഇമാമുക്കും മിൻകും, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇമാം ഉണ്ടാകും. നാലാമത്തെ കാര്യം താങ്കൾ പറയുകയുണ്ടായി, എല്ലാ നൂറ്റാണ്ടിന്റെയും തലക്കൽ ഒരു മുജദ്ദിദ് ദീനിന്റെ പുനരുദ്ധാരണത്തിനായി അയക്കപ്പെടുന്നു. അപ്പോൾ ഈ നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് വരേണ്ടത് ആവശ്യമായിരുന്നു. പിന്നെ മുജദ്ദിദിന്റെ ജോലി ആക്കുന്നത് നിലവിലുള്ള ഫസാദുകളുടെ പരിഷ്കാരമാകുന്നു, നിലവിൽ എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ള ഫസാദുകളുടെ പരിഷ്കരണം. അതുകൊണ്ട് ഏതൊരു ഫിത്നയും ഫസാദുമാണ് ഇക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, അത് ക്രിസ്തീയ ഫിത്നയാണ്. അതുകൊണ്ട് ഈ നൂറ്റാണ്ടിലും മുജദ്ദിദ് അദ്ദേഹം കുരിശുടക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് വാഗ്ദത്ത മസീഹാണ്. അഞ്ചാമത്തെ കാര്യം, ഇത് മൂസവി വ്യവസ്ഥിതിയുടെ സമാനതയുടെ അടിസ്ഥാനത്തിൽ ഖാത്തമുൽ ഖുലഫ മുഹമ്മദി വ്യവസ്ഥിതിയിൽ 14-ാം നൂറ്റാണ്ടിൽ വരേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം 14-ാം നൂറ്റാണ്ടിന് ശേഷം മസീഹ് അലൈഹി ഇസ്ലാം വന്നിരുന്നു. ആറാമത്തെ കാര്യം, ഏതൊരു അടയാളങ്ങളാണോ വാഗ്ദത്ത മസീഹിനായി നിർണയിച്ചിരുന്നത് അതിൽ അധികവും പൂർത്തിയായിരുന്നു. ഏതുപോലെ സൂര്യചന്ദ്രഗ്രഹണം റമളാനിൽ സംഭവിക്കൽ, അത് 2 പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞു. ഹജ്ജ് തടയിൽ ഒരു നക്ഷത്രം പുറപ്പെടൽ, പ്ലേഗ് വ്യാപിക്കൽ, തീവണ്ടിയുടെ കണ്ടുപിടുത്തം, ഒട്ടകങ്ങൾ ഉപേക്ഷിക്കൽ തുടങ്ങിയവ. ഏഴാമത്തെ കാര്യം, സൂറ ഫാത്തിഹയുടെ ദുആയിൽ നിന്നും തെളിയുന്നതും ഇതാണ്, വരുന്ന ആൾ ഈ ഉമ്മത്തിൽ നിന്നായിരിക്കും. ചുരുക്കത്തിൽ 1, 2 അല്ല, 100 കണക്കിന് തെളിവുകൾ ലഭിക്കുന്നുണ്ട്. വരേണ്ട ആൾ ഈ ഉമ്മത്തിൽ നിന്നാണ്. അതിന്റെ സമയവും ഇതാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ഇൽഹാം വഹയു മുഖേന ഞാൻ പറയുന്നു, വരേണ്ടിയിരുന്ന ആൾ ഞാനാണ്. പുരാതന കാലം മുതൽ അള്ളാഹു മിൻഹാജ് നുബുവത്ത് രീതി തെളിവാക്കി വച്ചിരിക്കുന്നു. അത് എന്നിൽ നിന്ന് ആർക്കാണോ വേണ്ടത് വാങ്ങിക്കൊള്ളുക. എന്നെ പിന്താങ്ങിക്കൊണ്ട് വെളിപ്പെട്ട അടയാളങ്ങൾ നോക്കുക. എനിക്ക് കഷ്ടം തോന്നുന്നു ഈ എതിരാളികളുടെ അവസ്ഥ കാണുമ്പോൾ. ഏതൊരു കാര്യങ്ങളെയാണോ അടയാളമായി സമർപ്പിക്കുന്നത് അവ പൂർത്തിയായപ്പോൾ അതിന്റെ വിശ്വാസതയിൽ ആരോപണം ഉന്നയിക്കുവാൻ തുടങ്ങുന്നു. ഉദാഹരണത്തിന്, ആദ്യം സൂര്യചന്ദ്രഗ്രഹണ അടയാളം ചോദിച്ചു. പറയുന്നു, ഇപ്പോൾ ഈ ഹദീസ് സഹീഹല്ല. എന്നാൽ ഇവരോട് ആരെങ്കിലും ചോദിക്കുക, എന്താണിത് അള്ളാഹു ശരിയാണെന്ന് തെളിയിച്ചത്, അവ ഇപ്പോൾ ഇവർ പറയുന്നത് കൊണ്ട് കളവായി തീരുമോ? താങ്കൾ പറയുന്നു, വ്യസനം ഇക്കാര്യത്തിലാണ്. ഇതു പറഞ്ഞുകൊണ്ട് ഇവർക്ക് നാണം വരുന്നില്ല. ഇതുമൂലം ഞങ്ങൾ വാഗ്ദത്ത മസീഹിനെ കളവാക്കുകയില്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കളവാക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ഇവർക്ക് നാണം വരുന്നില്ല. എന്നെ പിന്താങ്ങിക്കൊണ്ടും സത്യത്തിനായും ഒരു ഗ്രഹണം മാത്രമല്ല ആയിരക്കണക്കിനായ തെളിവുകൾ ഇനിയുമുണ്ട്. ഇനി ഒന്നില്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇതുമൂലം വരുന്നത് ഈ പ്രവചനം തെറ്റാണെന്നാണ്. ഖേദകരം, ഇവർ എന്റെ എതിർപ്പിൽ സത്യവാന്മാരുടെ നേതാവിന്റെ പ്രവചനത്തെ കളവാക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഈ പ്രവചനത്തെ വളരെ ശക്തിയോടെ സമർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ നേതാവിന്റെ സത്യതയ്ക്കുള്ള അടയാളമാണ്. അതുകൊണ്ട് പറയുന്നു, ഹദീസ് ഏതൊന്നിനെയാണോ നിങ്ങൾ ഊഹത്തിന്റെ മഷി കൊണ്ട് എഴുതിയിരുന്നത്, സംഭവങ്ങൾ അതിന്റെ സത്യതയെ ഉറപ്പിക്കുന്നതായി തീർന്നു. ഇപ്പോൾ ഇതിനെ നിഷേധിക്കാൻ വിശ്വാസ വഞ്ചനയാണ്, ശാപവുമാണ്. ഹദീസുകളുടെ വിഷയം വിളിച്ചു പറയുമോ, ഞങ്ങൾ കള്ളനെ പിടിച്ചുവെന്ന് ഇല്ല. എന്നാൽ ഇങ്ങനെ പറയും, ചിലരുടെ ഓർമ്മശക്തി ശരിയല്ല. സ്വഹീഹല്ലാത്ത ഹദീസുകളെ കുറിച്ച് ഇത്രയേ പറയാറുള്ളൂ, അവരുടെ ഓർമ്മ ശരിയല്ല, അല്ലെങ്കിൽ അവരുടെ പവിത്രതയ്ക്ക് അനുമാനമുണ്ട്. പറയുന്നു, മുഹദ്ദിസീങ്ങൾ ഈ പദ്ധതി അംഗീകരിച്ചതാണ്. അതായത് ഒരു ഹദീസ് ദുർബലമായാലും പ്രത്യക്ഷത്തിൽ ദുർബല ഹദീസായി തോന്നിയാലും എന്നാലും അതിലെ പ്രവചനം പുലർന്നു കഴിഞ്ഞാൽ അത് സ്വഹീഹായി തീരുന്നു. പിന്നെ ഈ നിലവാരത്തിൽ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹദീസ് സ്വഹീഹല്ല. പറയുന്നു, ഓർമ്മിക്കുക, വരുന്ന ആൾ ഒന്നുകിൽ സ്വഹീഹായ കാര്യങ്ങളാൽ പിടിക്കപ്പെടും, അവ അവരെ പിന്താങ്ങും. ബുദ്ധി അംഗീകരിച്ചില്ലെങ്കിലും ഉദാഹരണങ്ങളും തെളിവുകളും കൂടാതെ ബുദ്ധി ചില കാര്യങ്ങളെ അംഗീകരിക്കാറില്ല. ബുദ്ധിപരമായ കാഴ്ചകൾ അവരോടൊപ്പം ഉണ്ടാകും. ബുദ്ധിപരമായ ഉദാഹരണങ്ങൾ അദ്ദേഹത്തോടൊപ്പം നൽകപ്പെടും. സാക്ഷ്യങ്ങൾ നൽകപ്പെടുന്നു. പറയുന്നു, ഏറ്റവും കൂടുതലായി അള്ളാഹുവിന്റെ സഹായം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അനുമാനമോ ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വരിക. പിന്നെ മിൻഹാജ് നുബുവത്തിലെ നിരീക്ഷിക്കപ്പെട്ട രീതിയിൽ എന്റെ സത്യതയെ തെളിവ് എന്നിൽ നിന്ന് വാങ്ങുക. ഞാൻ കള്ളനാണെങ്കിൽ ഓടിപ്പോകുന്നതാണ്. എന്നാൽ അല്ല, അല്ലാഹു തആല 19 വർഷം മുമ്പ് ഇത് എഴുതുമ്പോൾ
താങ്കളുടെ വാദത്തിന് 19 വർഷം കഴിഞ്ഞിരുന്നു. ഒരു ഇൽഹാമിനെ കുറിച്ച് പറയുന്നു, യൻസുറുക്കല്ലാഹു ഫി മവാഫി. അള്ളാഹു 19 വർഷം മുമ്പ് പറഞ്ഞിരുന്നു, യൻസുറുക്കല്ലാഹു മവാഫി. ഇത് എഴുതുന്നത് 19 വർഷം മുമ്പ് ഈ ഇൽഹാം ഉണ്ടായിരുന്നു. ദൈവം പല മൈതാനങ്ങളിൽ പല തരത്തിലും നിന്നെ സഹായിക്കുന്നതാണ്. അരുളുകയുണ്ടായി, ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബിമാരെയും പ്രവാചകന്മാരെയും പരിശോധിച്ചതുപോലെ പരിശോധിക്കുക. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ നിലവാരത്തിൽ എന്നെ കാണാവുന്നതാണ്. അല്ലാഹു തആല പല വഴികളിലും സഹായിച്ചിരിക്കുന്നു. പറയുന്നു, ഈ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ചിന്തിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ ഖാദിറാണ്, എന്തെങ്കിലും മാർഗം തുറക്കുന്നതാണ്. അവന്റെ സഹായവും പിന്തുണയും സത്യവാന്മാർക്ക് ലഭിക്കുകയുള്ളൂ. മൗലവിമാരെ കുറിച്ച് പറയുകയുണ്ടായി, താങ്കളുടെ ഒരു മജ്ലിസിൽ ഒരു സാഹിബ് അപേക്ഷിക്കുകയുണ്ടായി, ഹുസൂർ, മൗലവിമാർ ഇപ്പോൾ കുത്തുബ കൊടുക്കുന്നതെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. ഏതൊന്നിൽ നിന്നാണോ മസീഹിന്റെ വഫാത്ത് സ്ഥാപിതമായിരുന്നത്, താങ്കൾ പറയുകയുണ്ടായി, ഇനി ആ പേര് പോലും പറയില്ല. ആരെങ്കിലും പറയുകയാണെങ്കിൽ പറയും, മഹദിയുടെയും മസീഹിന്റെയും കാര്യം തന്നെ വിടുക. ഏതായിരുന്നാലും മൗലവിമാരുടെ അവസ്ഥ ഇതാണ്. തങ്ങളുടെ താൽപര്യങ്ങൾക്കായി ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ എതിർക്കുന്നു. അവർ സ്വയം എതിർക്കുക മാത്രമല്ല, എന്നാൽ താങ്കളിലേക്ക് ജമാഅത്ത് അഹമ്മദിയായുടെ വിശ്വാസങ്ങളിലേക്ക് തെറ്റായ വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ സാധാരണ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ ജമാഅത്തിനെതിരിൽ വെറുപ്പ് സൃഷ്ടിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യം മനസ്സിലാക്കുന്നതിനുള്ള രീതി പറഞ്ഞുകൊണ്ട് പറയുന്നു, സത്യം മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിനോട് തങ്ങളുടെ നമസ്കാരങ്ങളിൽ ദുആ ചെയ്യുക. അവൻ അവരിൽ സത്യം വെളിപ്പെടുത്തും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മനുഷ്യൻ താങ്കൾ പറയുന്നു, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മനുഷ്യൻ വെറുപ്പ് ദ്വേഷത്തിൽ നിന്ന് മുക്തനായിക്കൊണ്ട് സത്യം വെളിപ്പെടുന്നതിന് വേണ്ടി ദൈവത്തിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ചില്ല കഴിയുന്നതിന് മുമ്പേ അവരിൽ സത്യം വെളിപ്പെടും. 40 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് അവരിൽ സത്യം വെളിപ്പെടും. അതിന് നിഷ്കളങ്ക മനസ്സോടെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിയേണ്ടി വരും. പറയുന്നു, എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ ഈ നിബന്ധനകളോടുകൂടി അള്ളാഹുവിനോട് തീരുമാനം ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെ തങ്ങളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ പിടിവാശി കാരണത്താൽ ദൈവത്തിന്റെ വലിയെ നിരാകരിച്ച് ഈമാൻ വൃഥാവിലാക്കി കളയുന്നു. പറയുന്നു, വലിയിൽ വിശ്വാസമില്ലെങ്കിൽ വലി എന്നാൽ നുബുവത്തിന് വേണ്ടി ഒരു പടി പോലെയുള്ളതാണ്. അവർക്ക് പിന്നെ നുബുവത്തിനെ നിഷേധിക്കേണ്ടി വരുന്നു. നബിയുടെ നിഷേധത്തിലൂടെ ദൈവത്തിന്റെ നിഷേധിയായിത്തീരുന്നു. ഇങ്ങനെ തീർത്തും വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്നു, വിശ്വാസമില്ലാതാകുന്നു. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. അവർ കേവലം മൗലവിമാരുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങാതിരിക്കട്ടെ. അങ്ങനെ അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നവരാകട്ടെ. പരിപൂർണമായും അള്ളാഹുവിനോട് സഹായം തേടട്ടെ. അള്ളാഹു ഇവരുടെ ഹൃദയം തുറക്കുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവർ സ്വീകരിച്ച് ആ അവസ്ഥയിൽ നിന്ന് പുറത്താകട്ടെ. ഏതൊന്നിലാണോ ഇന്ന് മുസ്ലിം ലോകം ഒരു പ്രത്യേക വലയത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്, പുറത്തു കടക്കുവാൻ ഒരു വഴിയും ഇവർക്ക് കാണുന്നില്ല. പാകിസ്ഥാനിലും പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാകുന്നു. ഒരു പുതിയ സംഘടന ഉണ്ടായി, ലബ്ബൈക യാ റസൂലല്ലാഹ്. അവർ മാർച്ച് ചെയ്തു, ലാഹോറിലേക്കും ഖൊറാവോ ചെയ്തു, പിന്നെ ഇസ്ലാമാബാദിനെ ഖൊറാവോ ചെയ്തു, പിന്നെ ഇതേ പേരുള്ള മറ്റൊരു സംഘടന ഖൊറാവോ ചെയ്യുന്നു. വളഞ്ഞിരിക്കുകയാണ്, ഇസ്ലാമാബാദിനെ വളഞ്ഞിരിക്കുകയാണ്. ഒരു സർക്കാരിനും ഒരു സൈന്യത്തിനും ഒരു നിയമത്തിനും ഇവരെ തടയാൻ കഴിയുന്നില്ല. ലബ്ബൈക യാ റസൂലല്ലാഹ് പറയാനുള്ള അവകാശത്തിന് അർഹർ വാസ്തവത്തിൽ നാം അഹമ്മദികളാണ്. നാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടു, എന്റെ മസീഹ് മഹദി വരും, അവരെ സ്വീകരിക്കണം, സലാം പറയണം. ഇതാണ് ലബ്ബൈക്ക് പറയേണ്ട ശരിയായ രീതി. ഒരുപക്ഷെ ഇവരും ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ കേവലം അർത്ഥശൂന്യ മുദ്രാവാക്യങ്ങളെ കൂടാതെ ലബ്ബൈക യാ റസൂലുള്ളാഹിയുടെ വാസ്തവത്തെ തിരിച്ചറിയട്ടെ. അള്ളാഹു ലോകത്തിന്, പാകിസ്ഥാനും എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും ഫിത്ന ഫസാദിൽ നിന്നും രക്ഷ നൽകട്ടെ. അള്ളാഹു മുസ്ലിങ്ങളിൽ പ്രത്യേക കരുണ ചൊരിയുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇക്കാലത്തെ അവസ്ഥകൾ സംജാതമാകുന്നത്, മുസ്ലിം രാജ്യങ്ങൾക്കെതിരിൽ ആസൂത്രിത പരിപാടി നടക്കുന്നത്, അത് വളരെ അപായകരമാണ്. ഇവർ ഇപ്പോഴും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് ഇവർ പശ്ചാത്തപിക്കേണ്ടതായി വരും. അള്ളാഹു കരുണ ചൊരിയുമാറാകട്ടെ.
الحمد لله الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر